കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ന്യൂസുകളിൽ ഒന്നായിരുന്നു BJP വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും അവർ സുപ്രധാനമായ യോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളത്. അവർ അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ്റെ അടുത്ത നിയമസഭ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മുൻ സംസ്ഥാന അധ്യക്ഷന്മാരെ ഒഴിവാക്കി എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് ബ്രേക്ക് ചെയ്തത്. 24 ന്യൂസായിരുന്നു ആ വാർത്ത ബ്രേക്ക് ചെയ്തത്. ഒരുപാട് ചർച്ച ചെയ്തതാണ്, വലിയ വലിയ ചർച്ചകളിലേക്ക് വന്നു. പിന്നെ ഒരുപാട് മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. സുപ്രധാനമായ ചർച്ചയായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം മുൻ സംസ്ഥാന അധ്യക്ഷന്മാരെ ഒതുക്കി എന്ന രീതിയിലേക്ക് ആ വാർത്ത എത്തുകയും ചെയ്തു. ഇതിനെതിരെ BJP അവരുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജിലൂടെ തന്നെ അതിനെതിരെ മറുപടി പറയുകയും അത് ഫേക്ക് ന്യൂസാണ് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത 24 ന്യൂസിൽ അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ അതിനകത്ത് വ്യക്തമായ ഒരു വിശദീകരണം നൽകിയിരിക്കുകയാണ്. ആ വാർത്ത ഫേക്ക് അല്ലെന്ന് വ്യക്തമായി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞത്. അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചു. ഇപ്പോൾ അത് ചിലപ്പോൾ 24 ന്യൂസിലെ ഉന്നതന്മാരുടെ സമ്മർദ്ദം മൂലമായിരിക്കാനാണ് സാധ്യത. എന്തായാലും ആ പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചു. പക്ഷേ അതിൻ്റെ സ്ക്രീൻഷോട്ട് അതിന് മുൻപേ തന്നെ പുറത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ വാർത്ത നമുക്കൊന്ന് വായിക്കാം. ആ സ്ക്രീൻഷോട്ടിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അലക്സ് റാം മുഹമ്മദ് കുറച്ച് സമയം മുൻപ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയ കാര്യം നമുക്കൊന്ന് വായിക്കാം. അതിൽ സുപ്രധാനമായ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല ഈ വാർത്ത ഫേക്ക് അല്ലെന്ന് അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. അതിൽ അലക്സ് റാം മുഹമ്മദ് പറയുന്നത് ഇങ്ങനെയാണ്: BJP കേരളം FB പേജിൽ എൻ്റെ വാർത്തയ്ക്കെതിരെ പോസ്റ്റിട്ട അനൂപ് ആൻ്റണി ജിയോടും സംഘത്തിനോടും ഒരു ചെറിയ അപേക്ഷ. ഒരു സാധാരണ ഭാരവാഹി യോഗമോ നേതൃയോഗമോ നടക്കുമ്പോൾ BJP സംസ്ഥാന കാര്യാലയത്തിൽ നിന്ന് ഒരു അറിയിപ്പ് ഭാരവാഹികൾക്ക് മുഴുവൻ പോകാറുണ്ട്. അതുപോലെ തൃശ്ശൂരിൽ നടന്ന നേതൃയോഗത്തിൻ്റെ അറിയിപ്പ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരെ കെ സുരേന്ദ്രനും വി മുരളീധരനും CK പത്മനാഭനും അയച്ചു എന്നതിന് ഒരു തെളിവ് പുറത്തുവിട്ടാൽ വാർത്ത തെറ്റായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കാം. ഇത് കൃത്യമായ സോഴ്സിൽ ചെയ്ത വാർത്തയാണ്. കെ സുരേന്ദ്രനെതിരെ വി മുരളീധരനെതിരെയും കൃത്യമായ സോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്ത ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യുക തന്നെ ചെയ്യും. സംസ്ഥാന നേതൃയോഗമാണ് തൃശ്ശൂരിൽ നടന്നതെന്ന് പറഞ്ഞ ഇതേ BJP കേരളമാണ്. മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ പങ്കെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത് നിങ്ങളുടെ പുതിയ അധ്യക്ഷനുമാണ്. എന്നാൽ പത്രസമ്മേളനത്തിൽ MT രമേശ് പറഞ്ഞത് ജില്ലാ അധ്യക്ഷന്മാരുടെ മീറ്റിംഗ് ആണ്, അതിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും പങ്കെടുക്കേണ്ടതില്ലെന്നുമാണ്. അങ്ങനെയെങ്കിൽ PK കൃഷ്ണദാസ് എന്തിനു പങ്കെടുത്തു? MT രമേശിൻ്റെ മറുപടി അതിൽ NDA ആയതുകൊണ്ടെന്നാണ്. എങ്കിൽ കുമ്മന രാജശേഖരൻ NDA ആണോ എന്നൊരു മറു ചോദ്യം കൂടിയുണ്ട്. പിന്നാലെ സംസ്ഥാന ഭാരവാഹികളെ സംബന്ധിച്ച ആലോചനയ്ക്ക് കോർ കമ്മിറ്റി ചേർന്നു. എൻ്റെ വാർത്തയിൽ കൃത്യമായി പറയുന്നുണ്ട് അവൈലബിൾ കോർ എന്നാണ് പാർട്ടിയുടെ വിശദീകരണമെന്ന്. കെ സുരേന്ദ്രനെ വി മുരളീധരനെയും CK പത്മനാഭനെ ഒഴിവാക്കി കോർ ചേർന്നുവെന്ന് BJP കേരളത്തിനോ പുതിയ സംസ്ഥാന അധ്യക്ഷനോ സമ്മതിക്കാനാകുമോ? കഴിയില്ല. അതാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അത്രയേ ഉള്ളൂ. പിന്നെ കെ സുരേന്ദ്രനും വി മുരളീധരനും ഒന്നുമില്ലാത്ത സംസ്ഥാന ഭാരവാഹികളെ പറ്റി ആലോചിക്കാനാകില്ലെന്നത് അടക്കമുള്ള വിമർശനങ്ങൾ ജനറൽ സെക്രട്ടറിമാർ നടത്തിയിട്ടുണ്ട്. ഇനി അവരെ സമ്മർദ്ദത്തിലാക്കി ഒരു പ്രസ്താവന കൂടി പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഒന്നുകൂടി പറയാം, സംസ്ഥാന ഭാരവാഹികളെ സംബന്ധിച്ച ആലോചനയ്ക്ക് ഈ മാസം 30-ന് തിരുവനന്തപുരത്ത് വീണ്ടും കോർ കമ്മിറ്റി ചേരുന്നുണ്ട്. ചുരുക്കത്തിൽ ഗോൾ പോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നത് നിങ്ങൾ തന്നെയാണ്. ചിലരെ ഒഴിവാക്കാൻ യോഗങ്ങൾ നിങ്ങൾ പല പല പേരുകൾ നൽകുന്നു, ഒളിച്ചോടുന്നു. സോ നേതൃയോഗത്തിലേക്ക് വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും CK പത്മനാഭനെ ക്ഷണിച്ചതിൻ്റെ തെളിവ് ആദ്യം പുറത്തുവിടും, എന്നിട്ടാകാം ബാക്കി. ചില സ്ക്രീൻഷോട്ടുകൾ ചുവടെ ഉണ്ടെന്ന് പറഞ്ഞാണ് അലക്സ് റാം മുഹമ്മദിൻ്റെ ആ കുറിപ്പ് അവസാനിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഒന്ന് BJP കേരളത്തിൻ്റെ പോസ്റ്റാണ് ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞത്. പിന്നെ അതിനുശേഷം പിന്നെ നേതൃയോഗത്തിൻ്റെ ഭാഗമായിട്ട് BJP കേരളം ഒരു ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഇട്ട കാര്യം. പിന്നെ BJP കേരളത്തിൻ്റെ മീഡിയ ഗ്രൂപ്പിനകത്ത് വന്ന ക്ഷണക്കത്ത്, അങ്ങനെ ഒരുപാട് പിന്നെ ഫേക്ക് ന്യൂസിനെ കുറിച്ച് വന്ന വാർത്തകൾ. അങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. BJPയുടെ തൃശ്ശൂരിൽ നടന്ന ആ യോഗത്തിലേക്ക് വി മുരളീധരനെയും CK പത്മനാഭനെ കെ സുരേന്ദ്രനെ ക്ഷണിച്ചിട്ടില്ല. അവരെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചില പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ അതിനെയെല്ലാം വ്യക്തമായിട്ട് ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാനാണ് BJP കേരളം ശ്രമിച്ചത്. അതിനെതിരെയാണ് ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകൻ്റെ പ്രതികരണം വന്നിട്ടുള്ളത്. വ്യക്തമായിട്ട് തെളിവ് സഹിതമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ആ പോസ്റ്റ് ഇപ്പോൾ ഇല്ല. ആ പോസ്റ്റ് അപ്പോൾ അലക്സ് റാം മുഹമ്മദിൻ്റെ സാമൂഹ്യ മാധ്യമ പേജിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. അദ്ദേഹം വീണ്ടും അത് അപ്ലോഡ് ചെയ്യുന്നുള്ളത് മറ്റു ചോദ്യമാണ്. എന്തൊക്കെയായാലും അത് ചിലപ്പോൾ 24 ന്യൂസിൽ ഉന്നതന്മാരുടെ സമ്മർദ്ദം മൂലമായിരിക്കും, മറ്റെന്തെങ്കിലും കാരണമായിരിക്കും. അത് വിട്ടു. എന്തായാലും അതിൻ്റെ സ്ക്രീൻഷോട്ട് അതിന് മുമ്പേ തന്നെ പുറത്തു വന്നിരുന്നു. അതിലാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഇപ്പോഴത്തെ നിലപാടുകൾ പലർക്കും പ്രതിഷേധമുണ്ട്. അതുമാത്രവുമല്ല, വി മുരളീധരനെ കെ സുരേന്ദ്രനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുമില്ല. യുവമോർച്ച AVP അങ്ങനെ പല പല തട്ടുകളായിട്ടാണ് വി മുരളീധരൻ BJPയിൽ ഉയർന്നു വന്നത്. താഴേക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന നേതാവാണ്. അതുപോലെയല്ല ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിനും താഴത്തെ യുവമോർച്ച
യുവമോർച്ചയിലോ അല്ലെങ്കിൽ ABVP-യിലോ മറ്റ് സംഘടനകളിലോ പങ്കെടുത്ത അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ചുള്ള പരിചയവുമില്ല. അതില്ലാതെ പെട്ടെന്ന് ഹെലികോപ്റ്ററിൽ ലാൻഡ് ചെയ്യിച്ചാണ് BJP-യുടെ കേന്ദ്ര നേതൃത്വം. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു നേതാവിനെയാണ് അവർ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അതിനെതിരെ അവിടെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നു എന്നാണ് ആ മാധ്യമ വാർത്തയും സൂചിപ്പിക്കുന്നത്. അതിനെ കംപ്ലീറ്റ് ആയിട്ട് നിരാകരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാലും BJP കേരളത്തിനകത്ത് അത്ര ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന V മുരളീധരനെയും K സുരേന്ദ്രനെയും ഒഴിവാക്കിയത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകനെതിരെ ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കാനാണ് ശ്രമിച്ചത്. അതിനെതിരെയാണ് ആ മാധ്യമ പ്രവർത്തകൻ തന്നെ വ്യക്തമായിട്ട് കുറിപ്പെഴുതിയിട്ടുള്ളത്.